വന്യമൃഗ ആക്രമണം പ്രതിരോധിക്കുന്നതിനായി പ്രത്യേക RRTയെ നിയോഗിക്കുമെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മാരിയുടെ കുട്ടികളെ സന്ദർശിക്കാനെത്തിയതായിരുന്നു മന്ത്രി. കുട്ടികൾക്ക് ഷിബു ബേബി ജോൺ സൈക്കിളുകൾ സമ്മാനമായി നൽകി. RRTക്ക് ആവശ്യമായ അധിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തും. നിലവിലുള്ള RRTക്കൊപ്പം പൂർണ്ണ സജ്ജമായിട്ടുള്ള അധിക റാപ്പിഡ് റെസ്പോൺസ് ടീമിനെയാണ് അടിയന്തരമായി നിയോഗിക്കുക. ഇത് സംബന്ധിച്ച് ഉടനെ ഉത്തരവിറക്കും. പുതിയ RRTയുടെ സേവനം അടിയന്തരമായി പ്രദേശങ്ങളിൽ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരണം വളരെ സങ്കീർണമായ പ്രശ്നമാണ്. ശാശ്വത പരിഹാരം സംബന്ധിച്ച് കൂടുതൽ ചർച്ച നടത്തി തീരുമാനങ്ങളെടുക്കും. ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക വിദഗ്ധ സമിതിയുടെ ശുപാർശ സംബന്ധിച്ച് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. ഹൈക്കോടതിയെ പ്രായോഗിക വശങ്ങൾ അറിയിക്കും. ആനയുടെ സ്വാഭാവിക സഞ്ചാരപാതകളിൽ പലയിടത്തും തടസ്സങ്ങളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷണമുണ്ട്. ചില ഭാഗങ്ങളിൽ ആദിവാസി വിഭാഗങ്ങൾ കുടിയേറി പാർത്തിട്ടുണ്ട്. റവന്യൂ ഭൂമിയിൽ നിർമ്മിച്ച സ്വകാര്യ വൻകിട സ്ഥാപനങ്ങളുമുണ്ട്. ഇതെല്ലാം ആനയുടെ സഞ്ചാരപാതയെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ശാശ്വത പരിഹാരമാണ് എന്തുകൊണ്ടും ലക്ഷ്യമാക്കുന്നത്. നാട്ടുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും അഭിപ്രായം മനസ്സിലാക്കി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. MPയും MLAയും നിരന്തരമായി പ്രശ്നം സംബന്ധിച്ച് ചർച്ച നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. സങ്കീർണമായ ഒരു വിഷയമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇത്രയും ഒരു റവന്യൂ ഭൂമിയിൽ വലിയ ജനവാസമുള്ള മേഖലയിൽ ഏറെക്കാലമായി 18ഓളം ആനകൾ ആണ് ഇവിടെ നിൽക്കുന്നത്. ആനയുടെ സഞ്ചാരപാത പലയിടത്തും ബ്ലോക്കായിട്ടുണ്ട്. അത് ഹൈക്കോടതിയിൽ നിരീക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ശാശ്വത പരിഹാരം വീണ്ടും എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനിപ്പോൾ തന്നെ നിർദ്ദേശം കൊടുത്തു. ഇവിടെ ഫെൻസിങ്ങിൻ്റെ ആവശ്യം വരുന്നു. ഫെൻസിംഗ് ഒന്നും ഈ ഇത്രയും ഒരു ജനവാസ മേഖലയിൽ മൊത്തം ഫെൻസ് ചെയ്തെങ്ങനെ ചെയ്യാനൊക്കെ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പഠിക്കേണ്ടിയിരിക്കും. അത് നാട്ടുകാരെയും കേട്ട് ഉദ്യോഗസ്ഥരെയും കേട്ടിട്ട് നമുക്കൊരു പരിഹാരത്തിലേക്ക് പോകാം. ഇപ്പോൾ അടിയന്തരമായി ചെയ്യാനൊക്കുന്നത് ഇവിടെ സ്ഥിരമായി ഇതൊരു യാഥാർത്ഥ്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫുള്ളി എക്വിപ്ഡ് ആയിട്ടുള്ളവരെ അഡീഷണൽ RRT അതിപ്പോൾ തന്നെ ഉത്തരവിറക്കുന്നതായിരിക്കാം. ആ RRTയുടെ പ്രവർത്തനവും സേവനവും കൂടെ ഈ പ്രദേശത്ത് അടിയന്തരമായി ചെയ്യും. ബാക്കി വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്തിട്ട് എന്താണ് ശാശ്വത പരിഹാരം എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കാം. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളെ വനംവകുപ്പ് ദത്തെടുത്തു. ഇവർക്ക് മെന്ററെയും നിയമിച്ചിട്ടുണ്ട്. 18 വയസ്സുവരെയുള്ള ഇവരുടെ എല്ലാ കാര്യങ്ങളും വകുപ്പ് നേരിട്ട് നിറവേറ്റും. ഈ മാസം 30-ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. ജനവാസ മേഖല ഒഴിവാക്കിക്കൊണ്ട് കരട് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മാരിയുടെ മക്കൾ 2 പേരെയും മൂന്നാറിൽ ലോക്ഹാട്ടിലെ ബന്ധുവീട്ടിലെത്തി മന്ത്രി സന്ദർശിച്ചു. കുട്ടികളുടെ പഠനത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. മാരിയുടെ സഹോദരി മുനിയമ്മയുടെയും ഭർത്താവ് മുനിയാണ്ടിയുടെയും സംരക്ഷണത്തിലാണ് നിലവിൽ കുട്ടികളുള്ളത്. ഇരുവർക്കും സമ്മാനമായി മന്ത്രി ഷിബു ബേബി ജോൺ സൈക്കിളുകൾ നൽകി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, MP, MLA F. രാജ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.